തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുമ്പോൾ അതിനുവേണ്ടി ഈ നമ്മുടെ വരാപ്പുഴ അതിരൂപത കൂടെ ഉണ്ടാകും എന്നത് ഏറ്റവും സന്തോഷകരമാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഹരിതം 2026 ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സംഘടനകൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നു. വൺ ഹെൽത്ത് എന്നാണ് വൺ ഹെൽത്ത്. ബംഗാൾ ഉൾക്കടലാണ് അപകടത്തിലായത്. ഇന്ന് അറബിക്കടലാണ്. എല്ലാവരും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ, ഈ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പിതാവ്, ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഫാദർ സെബാസ്റ്റ്യൻ കരകപ്പള്ളി, ബഹുമാനായ പ്രൊഫസർ കെ വി തോമസ് മാസ്റ്റർ, എംഎൽഎമാരായ ശ്രീ ടി ജെ വിനോദ്, ശ്രീമതി ഉമാ തോമസ്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വൈദിക സ്പെഷ്യലി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വരാപ്പുഴ അതിരൂപത പരിസ്ഥിതി കമ്മീഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഹരിതം 2026 പങ്കെടുക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളെല്ലാവരുമായി ആദ്യം പങ്കുവയ്ക്കുന്നു. ഞാൻ വരാപ്പുഴയിലെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ കാലം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ആദ്യത്തെ മുൻഗണനകൾ ഒന്ന്, ഈ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഈ ലോകത്ത് പരിസ്ഥിതിയെക്കുറിച്ചുള്ളൊരു ബോധ്യം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ ഉണ്ടാകണം എന്നതാണ്. നമുക്കറിയാം, ഞാനൊരു 10-20 വർഷക്കാലം മുമ്പ് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എൻ്റെ ധാരണ, എൻ്റെ തലമുറയിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല, എൻ്റെ മകളുടെ തലമുറയിൽ ഉണ്ടാവില്ല, ഒരു 10-150 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു ദശകത്തിനുള്ളിൽ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദുരന്തങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. ഞാൻ കരുതുന്നത് കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രതിഭാസമാണ്. അതിനെ നേരിടാൻ ലോക ആഗോള അടിസ്ഥാനത്തിലും രാജ്യാടിസ്ഥാനത്തിലും നമ്മുടെ സ്റ്റേറ്റിൻ്റെതായ നടപടികൾ വേണം. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് 2050 കൂടി കാർബൺ മുക്തമാക്കും കേരളം. ദേശതലത്തിൽ പറഞ്ഞിരിക്കുന്ന 2050 കാർബൺ എമിഷൻ ഉണ്ടാകാൻ പാടില്ല, ചൂട് കുറയണം. ഈ ഓസോൺ ലെയർ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകാൻ, ആ ഓസോൺ ലെയറാണ് ഈ സൂര്യപ്രകാശത്തിന്റെ ശക്തിയെ തടുക്കുന്നത്. സൂര്യൻ കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ ചൂടോടെ ഭൂമിയിലേക്ക് വന്നാൽ ഭൂമി കഴിഞ്ഞു പോകും ഇല്ലേ? ആ സൂര്യന്റെ ചൂട് തടസ്സം നിർത്തുന്ന ഓസോൺ പാളികളുണ്ട്.
കൂടിയാൽ ആ ഓസോൺ പാളികളിൽ വിള്ളൽ വീഴുന്നതാണ്. ആ ഓസോൺ പാളികളിൽ വിള്ളൽ വീണാൽ ആ ചൂട് ഭൂമിയിലേക്ക് വരും, മഞ്ഞുമലകൾ ഉരുകും. ആ മഞ്ഞുമലകൾ ഉരുകി കടലിലേക്ക് വെള്ളം വന്നു, കടലിലെ വെള്ളം പൊങ്ങി. അതാണ് ദുരന്തത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വ്യക്തി എന്നുള്ള നിലയിൽ, കുടുംബം എന്നുള്ള നിലയിൽ, സമൂഹം എന്നുള്ള നിലയിൽ അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പ്